ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ മഹ. കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ അതിനുള്ള യാത്രകളാണ് ഞങ്ങൾ ഇന്ന്. കാറിലാണ് യാത്ര. സോ യാത്ര തുടങ്ങി എരുമേലി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. സോ മണ്ഡലമാസമായതുകൊണ്ട് എരുമേലിയിൽ വേട്ടതുള്ളലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് സൈഡിലൂടെ നടക്കുന്ന വേട്ടതുള്ളൽ കാണാൻ പറ്റിയതിലാണ്. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണ് നിങ്ങൾ കാണുന്നത്. മണ്ഡലമാസത്തിൽ പോകുന്ന കന്യായ്യപ്പന്മാരും ഗുരുസ്വാമിമാരും എല്ലാവരും പേട്ടതുള്ളലിന് വേഷങ്ങളൊക്കെ കിട്ടി. നമ്മളെക്കാൾ കൂടുതൽ തമിഴന്മാരും മറ്റ് സ്റ്റേറ്റിലുള്ളവരാണ് കൂടുതൽ. കാര്യം അവർക്കാണ് നമ്മളെക്കാൾ ഭക്തി കൂടുതൽ. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഏകദേശം വാഗമണൊക്കെ എത്താറായപ്പോഴത്തേനും ഒരു ചായ കുടിക്കാൻ നിർത്തിയ സ്റ്റോപ്പാണിത്. ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ളൊരു കടയാണ്. നല്ല ചായയാണ് അവിടെ. സോ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പതുക്കെ ഞങ്ങൾ ബാക്കി യാത്ര തുടങ്ങി. സൈഡിൽ കാണുന്ന കാഴ്ചകളെല്ലാം കൃഷിയുള്ള പാടത്തിൻ്റെതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ കിട്ടാത്തത്, എന്നാൽ മറ്റു നാട്ടുകളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷി. അത് മാത്രമല്ല, ഇടയ്ക്കിടെ ബിൽഡിങ്സിന്റെ കൺസ്ട്രക്ഷൻസും നിങ്ങൾക്ക് കാണാം. ഇതൊരു വലിയ ഓഡിറ്റോറിയം മറ്റോ ആണെന്ന് തോന്നുന്നു. ആ കൃഷിപ്പാടത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറിയും അരിയും എല്ലാം വരുന്നത് മറ്റു നാടുകളിലാണല്ലോ. അതുകൊണ്ട് കൃഷിക്കാർ ഏറ്റവും കൂടുതൽ മറ്റു നാടുകളിലാണ്, പ്രത്യേകിച്ചും തമിഴ്നാടും ആന്ധ്രയും. പിന്നെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്ന ചപ്പാത്തിയും കുറച്ച് മീൻ പൊരിച്ചതുമൊക്കെ ഞങ്ങൾ വഴിയിൽ നിർത്തി കഴിച്ചു. നല്ല സൂപ്പർ റോഡാണ് കേട്ടോ കേരളം കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ റോഡിലങ്ങ് ഒരു മനുഷ്യന്മാരില്ലല്ലോ, അത്ര വിസ്താരമുണ്ട് റോഡിന്. 4 ലൈനും 6 ലൈനും ഒക്കെയാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുവിധം നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിലും സേഫ് ആയിട്ടും നമുക്ക് പോകാൻ കഴിയും. കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അടുത്ത യാത്രയ്ക്കുള്ള പരിപാടികളായി. അങ്ങനെ പതുക്കെ ഓടി ഏകദേശം ഒരു 12 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അതുവരെ കിട്ടാതിരുന്ന ഒരു സാധനം ഞങ്ങൾക്ക് അവിടെ കിട്ടിത്തുടങ്ങി. വേറൊന്നുമല്ല, ട്രാഫിക് ബ്ലോക്ക്. വെതറിന്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും പുരോഗമനത്തിന്റെ കാര്യത്തിലും ബാംഗ്ലൂർ ബെസ്റ്റാണ്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് അത് നമ്മൾ സഹിച്ചേ പറ്റും. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ കാറുകളും ബൈക്കുകളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ അങ്ങനെ ഒരുപാട് ആപ്പുകളുടെ ഡെലിവറി ഏജൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ബ്ലോക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മളൊന്ന് പേടിക്കും, അയ്യോ നമ്മുടെ വണ്ടിയിൽ തട്ടുമോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല. എങ്ങനെ പറ്റുന്നറിയില്ല, നമ്മളെ ഒന്നും തൊടാതെ അതിൻ്റെ ഇടയിൽ കൂടെ ആ ട്രാഫിക് ബ്ലോക്കിലൂടെ നടക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല പരിചയമാണ്. സോ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഇത് ഇവിടെ ഒരു വളരെ സാധാരണമായ വിഷയമാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പം ഞങ്ങളുടെ സ്റ്റേ, അതായത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഫ്ലാറ്റിലേക്കുള്ള വഴിയിലേക്കാണ് ഞങ്ങളിപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. സൈഡിലെല്ലാം കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. വൈറ്റ് ഫീൽഡ് ഏരിയയാണ് ഇത് ആക്ച്വലി. സോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലയിടത്തൊക്കെ റോഡ് കുറച്ച് മോശമാണ്. പിന്നെ ഞങ്ങളുടെ ഭാഗത്തോട്ട് അങ്ങോട്ട് പോകുന്നതോറും കുറേ ബ്ലോക്കുമുണ്ട്. വൈറ്റ് ഫീൽഡ് ഏരിയ അത്യാവശ്യം ഞങ്ങൾ ഇറങ്ങിയ സമയവും വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓഫീസ് വിട്ട് വരുന്ന സമയമാണ്. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കുള്ള വഴിയിലേക്ക് പോയപ്പോൾ അവിടെ ശരിക്കും കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോഡ് പ്രോപ്പറായിട്ട് അവർ ടാറോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. സോ ഫ്ലാറ്റ് കണ്ടപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. വിചാരിച്ചതിനേക്കാളും കൊള്ളാം. റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. സോ ഒരു 1 BHK ആണ്. കൊച്ചൊരു ഫ്ലാറ്റാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ടിവിയും മറ്റു സൗകര്യങ്ങളും അവരെല്ലാം ചെയ്തു തന്നു. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ വരാനുണ്ടായിരുന്നെങ്കിലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി സാധനങ്ങളും എല്ലാം വന്നു. ഒരു കൊച്ചു ബാൽക്കണിയും ഒരു കൊച്ചു അടുക്കള, പിന്നെ ഒരു കുഞ്ഞ് ഹാള്, പിന്നെ ഹാളിനോട് ചേർന്ന് തന്നെ നമ്മളുടെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അവർ തരുന്നുണ്ട്. സോ ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയാണ് ഇവർ ഈ ഫ്ലാറ്റ് തരുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് തരുന്നത്. സോ ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്, മറ്റാരും യൂസ് ചെയ്തിട്ടുമില്ല. ഈ ബിൽഡിങ്ങിൽ തന്നെ ഇപ്പോൾ 3ാമത്തെ നില വരെ ഇവർ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് 3ാമത്തെ നിലയിൽ ഒരു റൂമാണ് കിട്ടിയത്. 7 നിലകളുള്ള ഈ ഫ്ലാറ്റിൽ ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. സോ ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത ഒരു പുതിയ ഫ്ലാറ്റ് ആയിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.